ഞാൻ വലിയ പ്രസംഗമൊന്നും പ്രസംഗിക്കുന്നില്ല, കൊച്ചു പ്രസംഗം പ്രസംഗിക്കുന്നത്. ഞാൻ ഒരു തകർപ്പും പ്രസംഗമൊക്കെ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ച പോലെ, എന്നാലേ ദൈവത്തിൻ്റെ നന്മകൾ, കരുണകൾ, വിശ്വസ്തതകൾ ഒക്കെ ഓർക്കുമ്പോഴേ നമ്മൾ അനേക പ്രാവശ്യം അയവിറക്കിയിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള വളരെ ലളിതമായ ഒരു സന്ദേശത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലിരിക്കാൻ പോകുന്നത്. ഇത് ചോദിച്ചാൽ ഇന്ന് ഇവിടെ ഇല്ലാത്തത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ വരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അന്നും ചില അസൗകര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. ഇപ്രാവശ്യം വരാൻ താല്പര്യപ്പെട്ടു, അപ്പോഴും അദ്ദേഹം ഇവിടെ ഇല്ല. Being a child of God, you might have asked a question to yourself many times. Prayer is talking to God. But even when we speak to God, we pause. Ask a question to ourselves. Amen. If you get a time to give your testimony in an elaborate way, as an introduction, you ask that question to yourself. I'm very sure you might have asked that question 10,000 times. What is the question? I know everyone knows the question, but the only problem, do you know the answer? That's all. Question we all know. What is the question? I told you, as an introduction to your testimony, you ask that question to yourself. Even when you pray, you pause and ask that question to yourself. In your Christian life, you have asked that question so many times. What's the question? If you cannot remember, I will give you a clue. 3,000 years ago, the sweet psalmist of Israel, King David, asked that question to himself, and we repeat that question so many times. You asked at least 7,000 times. You asked that question. I know it. What is the question? Good. What shall I render unto the Lord for all His goodness towards me? Another translation. How can I repay unto God for all His benefits towards me? യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? എനിക്ക് എന്റെ ദൈവത്തോടുള്ള കടം എങ്ങനെ വീട്ടി തീർക്കാൻ കഴിയും? How can I repay? Did you ask that question? Is there anyone who has not ever asked that question? If you are a child of God, you ask that question so many times. ദൈവം എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എങ്ങനെ എന്റെ കടം തീർക്കും? It's a great fact that the Lord has done marvelous things in our life. Things beyond our expectation. Things beyond our dreams. 5 years ago, our dear brother who owns this house never thought this. Beyond our expectation. Hallelujah. നമ്മുടെ യോഗ്യതകൾക്കപ്പുറത്ത്, നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത്, നമ്മുടെ സ്വപ്നങ്ങൾക്കപ്പുറത്ത് ദൈവം നമുക്ക് നന്മ ചെയ്തു എന്നത് ഒരു സത്യമാണ്. ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തം ഫലമായി ദൈവം നമുക്ക് വേണ്ടി ചെയ്തു എന്നത് സത്യമാണ്. Hallelujah. Hallelujah. The same psalm, in the same psalm, the psalmist spoke to his own heart and said, "Oh my soul, take rest, for the Lord has done bountifully unto you." എന്റെ ആത്മാവേ, നീ ഒന്ന് സ്വസ്ഥമായിരിക്കൂ. യഹോവ നിനക്ക് എത്ര സമൃദ്ധിയായി അനുഗ്രഹം തന്നു. എന്തിനാ പടയ്ക്കുന്നത്? ശാന്തമാകുന്നേ. കരുതുന്നവൻ ഞാനല്ലേ? അബ്രഹാമിന്റെ ദൈവമല്ലേ ഞാൻ? ഇന്നും അത്ഭുതം ചെയ്യില്ലേ?
ചെങ്കടലിലും പാതയൊരുക്കാൻ ഞാൻ ഇന്നും ശക്തനല്ലേ? എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളി, ഞാൻ അങ്ങ് ദൈവത്തിൽ പ്രത്യാശ വെക്കൂ. അവൻ നിന്റെ മുഖപ്രകാശകനെ ചെയ്യും. എന്റെ ദൈവമെന്ന് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ചുമ്മാ പഠിക്കാതെ നിന്നെ കരുതാൻ ദൈവശക്തനാണ്. കരുത്തരായവന്റെ കരത്തിൽ നീ പിടിക്കുമ്പോൾ, നീ ആശ്രയിക്കുമ്പോൾ നീ എന്തിന് കലങ്ങണം? ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉപകാരിക്കും. ഇതേ സംഗീതക്കാരൻ ഒരിക്കൽ തന്നോട് തന്നെ ഒരു പ്രസംഗിച്ചു. അറിയാം, നാത്തുമാവേ കർത്തരി സ്തോത്രം, എൻ മുഴു ഉള്ളവുമേ പരിശുദ്ധ നാമത്തെ സ്തോത്രം. നാത്തുമാവേ കർത്തരി സ്തോത്രം, കർത്തർ ചെയ്ത സകല ഉപകാരങ്ങളും മറവാതെ. Oh, bless the Lord, oh my soul. Bless the Lord, all that is within me. Bless His holy name and forget not all His benefits. Praise the Lord. Hallelujah. ദൈവം ചെയ്ത എല്ലാ ഉപകാരവും ഓർമ്മയുള്ളവരെന്ന് പറയാമോ? കൈവക്കാം. കഴിഞ്ഞ ഒരാഴ്ച ചെയ്തത് ഓർമ്മയില്ലല്ലോ. ഉണ്ടായിരുന്ന മയിൽക്കുറ്റിട്ടാണ് ഇവിടെ ഇരിക്കുക, സൂചി ഇവിടെ ഇരിക്കുക. ഒരാഴ്ച ദൈവം ചെയ്തത് നമുക്ക് ഓർമ്മയില്ല. നമ്മുടെ പ്രിയ സിസ്റ്റർ പറഞ്ഞാലേ, അത്ഭുതകരമായി അതിശയകരമായി നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മെ മെടഞ്ഞത് മുതൽ ഡോക്ടർ ചൈനി നേഴ്സ് വച്ചമ്മയും കൂടെ അല്ല നമ്മളെ ഇങ്ങ് പുറത്തു കൊണ്ടുവന്നത്. അവൻ നമ്മെ ജീവനോടെ അമ്മയുടെ ഉദരത്തിൽ കൊണ്ടുവന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ ദൈവത്തിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ നിനക്ക് എങ്ങനെ എണ്ണാൻ കഴിയും? കമ്പ്യൂട്ടർ മൈൻഡിനകത്ത് ഇത്ര ഡേറ്റ എത്ര ചെയ്യണ്ട അതിനകത്ത്. സംഗീതക്കാരൻ പറഞ്ഞു, don't forget all His benefits. Soon he realized his foolishness, so he changed his way. You know, the rest of the psalm says, if you cannot remember what the Lord has done, if you cannot remember all what the Lord has done, please don't forget the cardinal ones. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രധാനപ്പെട്ടതൊന്നും മറക്കരുത്. എന്താ പ്രധാനപ്പെട്ടത്? Never ever forget the truth that He forgive your iniquities. അവൻ നിന്റെ പാപം ക്ഷമിച്ചത് മറക്കരുത്, നിന്റെ അകൃത്യം മോചിച്ചത് മറക്കരുത്. He healed your sickness, നിന്റെ രോഗം സൗഖ്യമാക്കിയത് മറക്കരുത്. He saved your life from destruction, നിന്റെ പ്രാണനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തത് മറക്കരുത്. നിന്റെ ദയയും കരുണയും അണിയിച്ചത് മറക്കരുത്. നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തിയത് മറക്കരുത്. അവന്റെ ഇഷ്ടം ചെയ്യാൻ നട്ടല് നിനക്ക് കിട്ടിയത് മറക്കരുത്. അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരുടെ നിരയിൽ വന്നിരിക്കാൻ ഭാഗ്യം തന്നത് മറക്കരുത്. അവന്റെ ആധിപത്യത്തിന്റെ കീഴിൽ അവൻ നമ്മെ കൊണ്ടുവന്നത് മറക്കരുത്. ദൈവം ചെയ്തത് എല്ലാം ഓർമ്മയില്ലെങ്കിൽ പ്രധാനപ്പെട്ടത് മറക്കരുത്. ഇംഗ്ലീഷുകാരൻ ഹിം റൈറ്റർ പാടി, count your blessings, name them one by one, count your many blessings and see what the Lord has done. Hallelujah. Hallelujah. എന്നെങ്കിലും പിള്ളേർക്ക് ബുക്ക് വായിക്കാൻ പോയ കൂട്ടത്തിൽ 200 പേജിന്റെ ബുക്ക് സ്വന്തമായിട്ട് അമ്മമ്മ വാങ്ങിച്ചോ? നാഥൻ നടത്തിയ വിധങ്ങൾ എന്ന് പറഞ്ഞേച്ച് ശാന്തമായിരുന്നപ്പോ സീരിയൽ കാണാതെ എണ്ണി ഒന്ന് കുറിച്ചിട്ടോ? ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ശാന്തമായിട്ട് ഇപ്പം വീട്ടിലിരിക്കാതല്ലോ, ബുക്കിനകത്ത് അടിവരയിട്ട് നാഥൻ നടത്തിയ വിധങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി നോക്കിയിട്ടുണ്ടോ? Count your blessings, name them one by one, count your many blessings and see what the Lord has done. If you will count, it will give you hope for tomorrow. Hallelujah. ദൈവം ഇന്നലെ ചെയ്തത് നീ എണ്ണി നോക്കാമെങ്കിൽ നാളത്തേക്ക് നിനക്ക് ആംബുലൻസിന് കാണുകയില്ല, നാളത്തേക്ക് നിനക്ക് പാത കാണുകയില്ല. ഇന്നലെ നടത്തിയവൻ ഇന്ന് നടത്താൻ ശക്തനാണ്. He is the same yesterday, today, forever. ദാവീദ് രാജാവ് രണ്ടും കൽപ്പിച്ച് എണ്ണാൻ തന്നെ തീരുമാനിച്ചു. ഗലീലാക്കടലിന്റെ തീരത്ത് എന്ന് ശാന്തമായി ഇരുന്നിട്ട് പുള്ളി എണ്ണാൻ തുടങ്ങി. എന്റെ ചിന്ത ഏതാണ്ട് ഒരു 7000 എണ്ണി പുള്ളി. അപ്പോഴത്തേക്ക് മനസ്സിൽ
ക്ഷീണിച്ചു, നാക്കും കുഴഞ്ഞു, ഹൃദയവും ക്ഷീണിച്ചു, എണ്ണി പുള്ളി കുഴഞ്ഞു. അവസാനം പുള്ളി എന്നറിയോ, ഒറ്റയ്ക്കൊരു അടി അടിച്ചു. എന്റെ ദൈവമേ, എന്നെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ എത്ര അസംഖ്യമാകത്താവേ എന്നാ തുടങ്ങിയപ്പോഴല്ലോ ബോധക്കേട് എനിക്ക് മനസ്സിലായത്. ഹല്ലേലൂയ, അത് കടൽക്കരയിലെ മണലിനേക്കാൾ അസംഖ്യമല്ല കർത്താവേ. ഓ, ഇറ്റ്സ് മോർ ദാൻ ദ ഗ്രെയിൻസ് ഓഫ് ദ സാൻഡ്സ് ഓഫ് ദ സീഷോർ. ഹല്ലേലൂയ, കോവളം ബീച്ചിൽ ഇരുന്ന് മണലെണ്ണുന്ന പോലെ ഇരിക്കുന്നു കർത്താവേ. നീ ചെയ്ത നന്മകൾ എണ്ണാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ഓ ദൈവം ചെയ്ത നന്മകൾ എണ്ണാൻ നീ തുടങ്ങിയാൽ നീ അറിയാതെ അടിച്ചു പറയും, എന്റെ ദൈവമേ, എന്നെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ എത്ര അസംഖ്യമാണ്. എന്റെ ചിന്തയിൽ മലയാളികളെ പോലെ ബുദ്ധിയുള്ള ഒറ്റ ഒരുത്തൻ ലോകത്തിലില്ല. നിങ്ങളുടെ പിള്ളേരൊക്കെ മലയാളം പഠിക്കണം. മലയാളികളെ പോലെ ഇത്രയും നല്ലൊരു ഭാഷ പറയുന്നുണ്ട്. നിങ്ങൾ സ്പാനിഷ് അത് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാ മലയാളം പഠിച്ച? മലയാളികളെ പോലെ ബുദ്ധിയുള്ള ആരും ലോകത്തില്ല. എന്റെ പ്രിയങ്കരനായ സ്നേഹിതൻ പീറ്റർ, ജെബി പീറ്റർ, അതേ പാടിയെങ്കിലെന്നറിയോ, എണ്ണി എണ്ണി സ്തുതിക്കുക എണ്ണമില്ലോതുള്ള കൃപകളിൽ. ഇങ്ങനെ പാടാനാക്കാൻ പറ്റുന്നത്. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാതുള്ള കൃപകളാൽ. Thanks be unto God for His innumerable, amen, innumerable gifts, unspeakable gifts. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം. എണ്ണി തീർക്കാൻ കഴിയാത്ത ഒത്തിരി നന്മ. എന്നാൽ അതിന്റെ ഇടയ്ക്ക് അതേ 2-3 എണ്ണി. ഹല്ലേലൂയ, ഉന്നം വെച്ച വൈരിയുടെ കണ്ണിൻ മുമ്പിൽ പതറാതെ നിന്നെ നിർത്തിയ ദൈവം. ഹല്ലേലൂയ, യോർദാൻ സമമായ പ്രതിസന്ധി ഇടറാതെ നിന്നെ കാത്ത ദൈവം. ഹല്ലേലൂയ, നിനക്കെതിരായി വന്ന ആയുധം ഫലിക്കാതെ സൂക്ഷിച്ച ദൈവം. ഹല്ലേലൂയ, പറഞ്ഞു തീരാത്ത ദാനങ്ങൾ. നിന്റെ കമ്പ്യൂട്ടർ മൈൻഡിനകത്ത് ഇതെല്ലാം കൂടെ കയറ്റാൻ പറ്റുകയില്ല. ചുമ്മാ മെനക്കിടന്ന് ഇതെല്ലാം ഓർക്കാവും. അതുകൊണ്ട് സംഗീതക്കാരൻ പറയുന്ന പോലെ അല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം കൂടെ വലിച്ച് കയറ്റുന്നതാണ്. എല്ലാം ഡിലീറ്റ് ചെയ്യും, എല്ലാം മാർക്ക്. ഒന്ന് മാർക്കെടുന്ന വേദത്വം പറയുന്നത് ഞാനിപ്പം പറയാം, എല്ലാം മാർക്ക്. 5 ഒഴിച്ച് ബാക്കിയെല്ലാം മാർക്ക്. 5 ഓർത്തിച്ചോ, 5 ഓർത്താൽ മതി. നിത്യത മുഴുവൻ നീ ദൈവത്തെ സ്തുതിക്കും. 5 ഓർത്താൽ മതി. നിത്യത മുഴുവൻ നീ നിര്യാമിച്ചിട്ട് നടക്കത്തുള്ളൂ. ജസ്റ്റിഫൈ. Why 5? Why? നോക്കിയേ, കൈ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ചേ. എന്നെ മുതലങ്ങ പോലെ കണ്ണുവിട്ട് എന്നെ നോക്കാതെ എല്ലാവരും ഇങ്ങനെ ഒന്ന് പിടിച്ചേ. പിടിക്കട്ട് വെച്ചേ, ഇങ്ങനെ പിടിക്കേ. പിടിക്കാനാ എന്നോട് പറഞ്ഞു. നിന്നോട് പിടിക്കടാ. Okay. Hallelujah. Let me ask. What is the greatest thing that the Lord has done in your life? The number one thing. What's the number one thing? What's the number one thing? If you got it. ഇപ്പൊ പറയണ്ട, ഞാൻ ഓരോരുത്തരും സാരിയുടെ പറഞ്ഞ് വിളിപ്പിക്കാൻ പോവാ. ചുമ്മാ കെന്നറ്റി ചിക്കൻ തിന്നാൻ കിട്ടിയതൊക്കെ ചക്കൻ പണ്ട് തിന്നതാ. അതൊന്നും ചിന്തിക്കണ്ട. ദൈവം ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം, the number one thing that the Lord has done in your life. If you got what's the number one thing? If you got it, fold your thumb finger. Hallelujah. Now question number 2. What's the second greatest thing that the Lord has done in your life? If you got it, fold your index finger. What's the third greatest thing that the Lord has done in your life? If you got, fold the central finger, that big one. Okay, the middle one. Now, what's the fourth greatest thing the Lord has done in your life? If you got it, fold your ring finger. നല്ല ഭർത്താവിനെ കിട്ടിയതെങ്കിലും നടക്കട്ടെ. Praise the Lord. Praise the Lord. Now, what's the fifth greatest thing that the Lord has done in your life? If you got it,
fold your that little finger. ഇനി എന്നെ ഒന്ന് നോക്കിയേ എല്ലാരും. എല്ലാരും നോക്കിയേ. ദൈവം വല്ലതും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു സ്വതന്ത്രം പൊടിയേ. ദൈവം ചെയ്യുന്നതിനനുസരിച്ച് He has done marvelous things. Amen. He has done great things. Amen. You know what's the number one thing? You are loved with a great love. Hallelujah. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച സ്നേഹനിമിത്തം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന നമ്മെ ഉയർത്തി നമ്മെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ അവന്റെ പുത്രനോടുകൂടെ ഇരുത്തി. What manner of love is that? For God so loved us. So ദൈവം നമ്മെ അത്രയ്ക്ക് സ്നേഹിച്ചു. എത്രയ്ക്ക് Hallelujah. He spared not his only son. He spared not his only son. Rather, he gave his only son for you and me. Hallelujah. നാം പാപികളായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ, നാം അഭക്തരായിരിക്കുമ്പോൾ, നാം ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുമ്പോൾ, നാം ഓരോരുത്തരും താങ്ങാതെ വഴിക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ, അവൻ ദൂരത്ത് നിന്ന് ദൈവം നമ്മെ തേടി വന്ന് അവൻ നിത്യസ്നേഹം കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു. കല്യാണം കഴിച്ചല്ലേ? എത്ര മക്കളുണ്ട്? 2. മോളുടെ വീടായില്ലേ? രണ്ടെണ്ണം ഉണ്ടല്ലേ? ആദ്യത്തത് ഈ മോളാണോ? ഇവിടുത്തെ മോളാണോ? രണ്ടാമത്തെയാ? ആദ്യത്തെ ആളെവിടെയാ? ഇവിടെ ഉണ്ട്. കൈമാറ്റേ. ഓക്കെ. ആ മൂത്ത മോളെ അല്ലേ ഇളയ മോക്ക് ഏതെങ്കിലും ഒന്നിന് അതിന് എത്ര $1 മില്യൺ വില വരോ? ഞാൻ ചോദിച്ച 2 ഇല്ലേ? You got 2 and you cannot count the price of your elder one. ചിരിക്കാതെ. ദൈവത്തിന് 2 ഇല്ലായിരുന്നു, 1 ഉള്ളായിരുന്നു. God has only 1. And he gave his only begotten son for you. Amen. What manner of love is that? Amen. It's higher than heaven. It's deeper than the ocean. It's wider than the farthest horizon. It is stronger than death and demons. Hallelujah. എന്തൊരു ഭയങ്കര സ്നേഹ, എന്തൊരു ഭയങ്കര സ്നേഹ ദൈവം നമുക്ക് തന്നെ. Hallelujah. How can we repay? തന്റെ ഓമന പുത്രനെ നമുക്ക് തന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന് നാം എങ്ങനെയാ കടം വീട്ടുന്നത്? കടം വീട്ടാൻ പറ്റുമോ? Can we repay unto God? Number two, you are saved with a great salvation. Hallelujah. Paul the apostle asked the question, hallelujah, if you neglect this so great salvation, do you think you will be escaped from the wrath of God? കർത്താവൻ പറഞ്ഞു തുടങ്ങിയത് ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്ന ഇത്ര വലിയ രക്ഷ അഗണ്യമാക്കിയ ദൈവകോപത്തിൽ നിന്ന് തെറ്റി വഴിയാൻ നിനക്ക് കഴിയുമോ? So great salvation. You know how great it is. Hallelujah. How great it is. Hallelujah. From the uttermost to the uttermost, from the mighty clay to the eternal rock, from the dominion of darkness to the marvelous light of his son Jesus Christ. We are no more aliens. We are no more strangers. We are the household of God. Amen. How that salvation was given to us. You are not purchased with, you are not redeemed with silver or gold or any corruptible things. You are redeemed with the precious
Blood of the Lamb. നമ്മെ വീണ്ടെടുത്തത് വെള്ളി പൊന്ന് മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിനെ വിലമതിക്കാൻ കഴിയാത്ത, വില തീരാത്ത, വില ചിന്തിക്കാൻ കഴിയാത്ത വലിയ അവൻ വിലയുള്ള അവൻ ദൈവപുത്രന്റെ ചങ്കിലെ ചോര തന്നല്ലേ. നമ്മെ വീണ്ടെടുത്തത്. How can we repay? Number 3, we are thrilled with great joy. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം ഞാൻ ഇന്ന് നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവിന് നിങ്ങൾക്കായിട്ട് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചു. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി വലിയമ്പലത്തിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ തന്നെ ഇടയന്മാർ പോയി കണ്ട് സന്തോഷത്തോടെ അവൻ വണങ്ങി നമസ്കരിച്ച് സന്തോഷത്തോടെ പോയി. കിഴക്കുന്ന നക്ഷത്രം കണ്ട അവൻ വിദ്വാൻമാർ വന്ന് ശിശുവിനെ മാതാപിതാക്കളോടുകൂടെ കണ്ട് വീണ് അവനെ വണങ്ങി സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ഞാനും നീയും സന്തോഷിക്കാൻ കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലിത്തൊഴുത്തിൽ അവൻ കന്യകാസുതനായി കർത്തൻ പിറന്നതല്ല. ഹല്ലേലൂയ. പിന്നെന്താ നമ്മൾ സന്തോഷിക്കുന്നത്? Christ the hope of glory dwells in your heart. Christ the hope of glory dwells in our heart. ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടോ? അതുണ്ടോ? പണ്ടേ മുഖത്ത് കാണാം, മുഖത്ത് കാണാതെ അകത്ത് കർത്താവിന്റെ മുഖത്ത് കാണാം. അല്ലെങ്കിൽ കടം തെളിവുക്കെ മോദയായിട്ടൊന്നും ആരിയിരിക്കേണ്ട വച്ചന്മാരെ. Hallelujah. Hallelujah. We got every reason to be glad. Let the devil be mad. Hallelujah. ദൈവത്തിന്റെ പൈതലേ, നിനക്ക് സന്തോഷിക്കാൻ എല്ലാ കാരണമുണ്ട്. നിന്റെ സന്തോഷം കണ്ടാൽ ചെറുതായി ഭ്രാന്ത് പിടിക്കണം, എവിടെ പിടിപ്പിക്കണം. For the last 45 years, I am preaching in conventions. 45 years. I have gone to all the continents of the world. I have preached this gospel in so many countries. But let me tell you, Malayalis are in the all over world. എവിടെ ചെന്നാലും മലയാളി. വലിയ 10,000 ആളുകൾ ഇരിക്കുന്നതിന്റെ മലയാളി അച്ചാനുണ്ട് ഒറ്റ നോട്ടത്തിൽ എനിക്കറിയാം. കളർ കൊണ്ടല്ല, നമ്മളെ പോലെ കളറുള്ള വേറെ ഒത്തിരി പേരുണ്ട്. നമ്മുടെ മുഖച്ചായ കൊണ്ടല്ല, നമ്മളെ പോലെയുള്ള മെക്സിക്കൻസ് ഉണ്ട്. പക്ഷെ മലയാളി അച്ചാനെ കണ്ടാറിയാം, മലയാളി കൊച്ചമ്മയെ കണ്ടാറിയാം. ഉൾപ്പീറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോ എങ്ങനെയാണെന്നറിയോ? ഈ പ്രസംഗം കേൾക്കുമ്പോ മസിൽസ് പിടിച്ചിരിക്കുന്ന കൊച്ചമ്മ. പ്രസംഗം കേൾക്കുമ്പോ മസിൽസ് പിടിച്ചിരിക്കുന്ന അച്ചായൻ നിശ്ചയമായിട്ട് മലയാളിയാണ്. ഒരിടത്തും അങ്ങനെയില്ല. ബ്ലാക്സിന്റെ ചർച്ചിലൊക്കെ പ്രസംഗം തന്നെ അവരൊക്കെ ചാടി എഴുന്നേക്കും. ബാപ്റ്റിസ്റ്റുകാർ അതിന് എഴുന്നേക്കും, അവരൊക്കെ എഴുന്നേക്കും. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അതിലല്ലേ തമിഴ്നാട്, അങ്ങോട്ടൊന്നും എന്നെ പ്രസംഗിക്കാൻ അവിടെ സ്വോത്രം പൊടിക്കൊന്നും വേണ്ട, അവര് പൊടിക്കോളും. ഭയങ്കര സന്തോഷാർക്ക് നമ്മളൊന്ന് പ്രസംഗിച്ച് അവരുടെ സന്തോഷം കേൾക്കണം. സന്തോഷം പൊങ്കുവതേ, സന്തോഷം പൊങ്കുവതേ, സന്തോഷം പൊങ്ങി 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 വന്നില്ലേ. It's bubbling, it's bubbling, it's bubbling day and night. What's the reason? എന്താ കാരണം? യേശുവിനെ രക്ഷിത്താൻ ഈ മുറ്റുവിനെ മാറ്റിനാൻ സന്തോഷം പൊങ്ങി 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 വരില്ലേ. Oh yes, Jesus saved me. He changed my life, a radical change, and my joy is bubbling and bubbling, bubbling day and night. ആ തമിഴന്റെ പാട്ട് കേട്ടു മസിൽസ് പിടിച്ചു ഇരിക്കുന്ന കൊച്ചമ്മയെ കാണുമ്പോ, മലയാളി അച്ഛനെ കാണുമ്പോ തമിഴിന് ദേഷ്യം വരും. അവൻ പാടാൻ കിടക്കും, മകിழ்வோம் മകിழ்வோം ദിനமாக മകിழ்வோം. എന്റെ കാരണം இந்த பார்த்தலத்தின் சிருஷ்டி கர்த்தரவன் எந்த உள்ளத்தின் சொந்தமான the creator of this whole universe is dwelling in my heart as my own Lord. Hallelujah. Whatever the reason to be glad. ധാന്യവും മീനും വർദ്ധിച്ചപ്പോൾ അവർ
ഉണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുകയാണ്. Number 4, we are enjoying great peace, peace that passeth all understanding. For the psalmist says, to them that obey thy commandments, how great peace, and they have nothing to be stumbled. നിന്റെ വചനം പ്രമാണിക്കുന്നവർക്ക് മഹാസമാധാനമുണ്ട്, ഇടർച്ചയ്ക്ക് അവരിൽ കാര്യമില്ല. വചനം പ്രമാണിക്കൂ, നീ ഇടറുകയില്ല. വചനം പ്രമാണിക്കൂ, ഭയങ്കര സമാധാനം. അത് സമുദ്രമധ്യേ വീണും ഞാൻ പേടിക്കല്ല. എക്കണോമി എല്ലാം തലകുത്തി മറിക്കാൻ ഞാൻ പേടിക്കല്ല. ഒബാമ ഇനി കുറച്ചും കൂടെ കുളവാക്കിയാലും ഞാൻ പേടിക്കല്ല. എന്നെ കാര്യം എന്നറിയോ, എന്റെ ദൈവം അറിയാൻ ഇവിടെ ഒന്നും കുളവാകത്തില്ല. എന്റെ ദൈവം അറിയാതെ ഒന്നും അറിയത്തില്ല. എന്റെ ദൈവം എന്നെ നടുക്കൊണ്ട്. സുനാമി വന്നാലും ഞാൻ പേടിക്കല്ലെന്ന്, റീത്ത കൊച്ചൻ വന്നാലും കത്രീന ചേർത്ത് വന്നാലും ഞാൻ പേടിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളെന്നാ പേടിക്കുന്നത്? കർത്താവ് പറയാ, അല്ലല്ല, നിന്റെ തലേനെ മുടി മുഴുവൻ ഞാൻ എണ്ണിയേക്കുക. അമ്മാമ ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങി വരുമ്പോ ടൗണിട്ടൊരു തോർത്ത് വർത്തുമ്പോ അതിൽ അതിനകത്ത് 5-6 മുടി. അയ്യോ, പിന്നെ അമ്മാമ്മ ചങ്ക് കൊട്ടു. അയ്യോ അപ്പടി പൊടി. പിന്നെ ഓടുക പണിച്ചാന്റെ കടയിൽ നീലപ്രഞ്ചാതി ഉണ്ടോ? കാരണം എന്താ? so precious. ഇത്ര ഭയങ്കര വിലയുള്ളത് ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണീട്ടുണ്ടോ? മുടി എത്ര ഉണ്ടെന്ന് എണ്ണീട്ടുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഭയങ്കര വിലയില്ല. എന്താ എണ്ണാൻ? പക്ഷെ നിന്റെ ദൈവം അത് എണ്ണീട്ടുണ്ട്. അതിന് ഒരെണ്ണം താഴെ പോലെ അവനറിയണം. അങ്ങനെയല്ല പിന്നെ നിന്റെ തല അവനറിയാതെ താഴെ പോകുമോ? നിന്റെ തല അവനറിയാതെ പോകുമോ? കാവിലെ ചിന്തയുടെ കാര്യമില്ല. നിനക്ക് അവൻ ദുഃഖത്തിന്റെ കാര്യമില്ല. സ്ഥിരമായ സ്നേഹോവയിൽ ആശ്രയം വെച്ചിരിക്കാൻ ദൈവം അവരെ പൂർണ്ണ സമാധാനത്തിൽ കാത്തുകൊള്ളും. God will give you in perfect peace. Number 5, we are strengthened with great power. For Dr. Luke says, to them that believed, he gave great power. Hallelujah. Great power, exceeding great power. That's the phrase Paul uses. Hallelujah. But Dr. Luke says, megadunamis. I mean great power. What it means? Megadunamis means, hallelujah, the exploding power of 1 million dynamites. 1,00,000 ഡൈനാമിക്സ് ഒന്നിച്ചിട്ട് പൊട്ടിച്ചാലുള്ള സ്ഫോടന ശക്തി വെല്ലുന്ന ശക്തിയാ പെന്തിക്കോസിന്റെ ശക്തി. പെന്തിക്കോസിന്റെ ശക്തി എന്ന് പറയുന്നത് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ശക്തിയാ. It's the power that makes the world upside down, or rightly saying right side up. Hallelujah. It's the power that challenges the devil. We are strengthened with great power. How can we repay? How can we repay? Anjalika Bardale, you are loved with great love. You are saved with great salvation. You are thrilled with great joy. You are enjoying with great peace. And you are strengthened with great power. One more. Hallelujah. You are expecting a great hope. A blessed hope. A blessed hope. An eternal palace is being built in your name. Hallelujah. Hallelujah. We have a great hope beyond the grave. Hallelujah. Our treasures are laid up beyond the blow. Hallelujah. Our palace is there. Our Father is there. Our citizenship is there. We are the people of hope. Hallelujah. How can we repay? How can we repay? മുമ്പേ സാക്ഷ്യം പറയാൻ അമ്മച്ചിക്ക് ആവേശമില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് കൊടുക്കേ.
അമ്മച്ചിക്ക് നമ്മുടെ വെളുത്തമ്മ സ്കാഫ് ഇട്ടേക്കുന്ന അമ്മച്ചി, കണ്ണാടിക്കാരി അമ്മച്ചിക്ക് ഇപ്പൊ സാക്ഷ്യം പറയാൻ അവസരം കൊടുത്ത അമ്മച്ചി എന്നാ പറയുന്നറിയോ? ഹല്ലേലൂയ, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. കർത്താവ് എനിക്ക് സകല ഉപകാരം കിട്ടും. ഞാൻ എല്ലാവരെയും I will take the cup of salvation and call upon the name of the എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. എന്റെ അമ്മച്ചി ആ സൂത്രം മനസ്സിലിരിക്കുന്നത്. ഇത്രയും ചെയ്തതിന് അമ്മച്ചി സ്തോത്രം പറയുന്നു. 19 വർഷം ഇത്രയും മനോഹരമായിട്ട് നടത്തി അമ്മച്ചി സ്തോത്രം പറയുമ്പോഴും saying, I just say thank you. That's not enough. Now when you go that way, the stranger comes, that white man. It's a courtesy. You say, how are you? You don't want to hear the answer, but still he asks, how are you? And he stops there and say, fine, thank you. Fine, thank you. വഴിയെ പോകുന്നവന്റെ മറുപടി പ്രതീക്ഷിച്ചില്ലേലും ഒരു ഇതിനെ ചോദിച്ചതാ ഹൗ ആർ യു എന്ന്, അതിനു പോലെ താങ്ക് യു പറഞ്ഞേച്ചാ പോയെ. താങ്ക് യു കൊണ്ട് വല്ലതും നടക്കൂ? ദൈവം ഇത്രയും ചെയ്തതിന്, ഓമന പുത്രനെ തന്നതിന് താങ്ക് യു. അല്ലേ രക്ഷിച്ചതിന് താങ്ക് യു. അല്ലേ കുറഞ്ഞ പക്ഷം അതെങ്കിലും പോടെ. ഏറ്റവും കരുതലുണ്ട് സ്വോത്രം. സ്വോത്രം പോടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ ഒന്ന് കയറി പറ. പോരാ. Do you want to repay? Do you want to repay? കൊടുക്കാനുണ്ടോ? പാസ്റ്റർ എന്തായാലും പറഞ്ഞ് ഒപ്പിച്ച് വെച്ചല്ലോ, കൊടുക്കാൻ ഒക്കത്തില്ല. ഞങ്ങളങ്ങ് ഇരുന്ന് കൊടുത്തേക്കാം. കണ്ടില്ലേ ഇരിപ്പ്? നമ്മുടെ മലയാളിയുടെ സഭ ഇരുന്ന് കൊടുത്തേക്കാം. ദാവീദിന്റെ സ്വഭാവമല്ല, I can never ever repay, but I'm going to try my level best to give the maximum. Give the maximum. കൊടുക്കാവുന്നതിന്റെ maximum ഞാൻ കൊടുക്കാൻ പോവാ. എങ്ങനെ കൊടുക്കണേ? We want to know how to repay. Read verse 1. I love the Lord. Hallelujah. I love the Lord. We got super abundant reasons to love the Lord. What is the reason? The psalmist says, He heard my cry. He answered my supplication. And therefore I love Him. അവൻ എന്റെ പ്രാർത്ഥന കേട്ടു. അവൻ എന്റെ നിലവിളി കേട്ടു. അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. But John says, because He loved me first, I love Him. അവൻ എന്നെ ആദ്യം സ്നേഹിച്ചത് കൊണ്ട് ഞാൻ അവനെ. അത് നമ്മൾ എന്താ ചിന്തിച്ചേ? He loved us with a great love. എങ്ങനെ പാരം കൊടുക്കുന്നേ? If He loved us with a great love, we are supposed to love Him the same way. The same way. Hallelujah. All the commandments and all the testimonies and all the demands and commands of the Old Testament and New Testament can be summarized in one sentence. And do you know what is that sentence? Love your God with all your heart, with all your mind, with all your strength, and with all your spirit. നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിക്കണം. പറയാനാ ശിമോനെ, do you love the Lord more than all these? Do you love the Lord? Do you love the Lord more than all these? Until this day, Jesus never asked such a question. ഇപ്പൊ കർത്താവ് ഇങ്ങനെ, എടാ യോനാച്ചിനേക്കാൾ അധികം നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്നാ, തോമാച്ചനേക്കാൾ അധികം, ഫിലിപ്പോച്ചനേക്കാൾ അധികം, മത്തായിച്ചനേക്കാൾ അധികം നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടോടാ ബറിയോനെ ശിമോനെ. എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം നിനക്കറിയാം? എന്താ കാര്യം അറിയോ? കുറച്ച് സമയത്തിന് മുമ്പേ യവൻ കയറി പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാം? യവന്മാരെല്ലാം ഓടും, യോനാച്ചനും തോമാച്ചനും എല്ലാം ഓടും, ഞാൻ നിന്റെ കൂടെ നിൽക്കും, ഞാൻ നിനക്ക് വേണ്ടി ചാവും, നിനക്ക് വേണ്ടി ചാവാൻ ഞാൻ റെഡിയാ എന്നാ യവൻ പറഞ്ഞേ. അല്ലല്ലേ, പക്ഷെ ഒരു തൂപ്പുകാരി പെണ്ണു വന്നു.
ഇവനെ അടിമുടി ഒന്ന് നോക്കി എന്നിട്ട് പറയാ, ഇല്ല നീ യേശുവിനോടല്ലേ നിന്റെ ക്ലീൻ ഷേവ് കണ്ടിട്ട്, ആ ചിരി കണ്ടിട്ട് ഒരു സംശയമില്ല നീ യേശുവിനോടല്ലേ. ഉടനെ അവനെന്നെ പറഞ്ഞു, ജീസസ്, who is that? Hallelujah. I don't know who he is. Then the other lady came. ആണേടിയൊന്നും വേണ്ട, നിന്റെ സംസാരം കേട്ടിട്ട് എങ്ങും മറച്ചു വെക്കാനൊക്കത്തില്ല മോനെ. കർത്താവിന്റെ കൂടെ നടക്കുന്നവനെ കണ്ടാൽ നിന്റെ സംസാരം കേൾക്കുമ്പോ അറിയാൻ യേശുവിനോടുള്ള എന്റെ അമ്മയാണ് സത്യം എനിക്കറിയില്ല. ഉടനെ രണ്ടോട് പറഞ്ഞ ആണേടിയൊന്നും വേണ്ട, നീ അവന്റെ കൂടെ തന്നുള്ളതാ. ഉടനെ അവനെന്തായിരുന്നറിയോ? He started to curse Jesus. കർത്താവിനെ ചീത്ത പറയുന്നു. ഭ്രാഗാൻ തുടങ്ങി. അവനോടാ കർത്താവ് ചോദിച്ചേ, ഇവരെക്കാൾ എല്ലാ രീതിയിലും എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോന്ന് അവൻ വിറച്ചു പോയി. അവനെന്നെ മറുപടി അറിയോ? I like you, Lord. Jesus asked, do you love me? His answer is, I like you. കർത്താവ് ചേട്ടാ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അവൻ പറഞ്ഞു എനിക്ക് എന്നോട് പ്രിയമുണ്ടോ. മലയാളിക്കെല്ലാം ഒന്ന് സ്നേഹമല്ലയോ? നമുക്കെല്ലാം സ്നേഹം. മർത്തോമാ കോളേജിലെ ക്യാമ്പസിൽ കാണിക്കുന്ന പൈങ്കിളി തരത്തിൽ നമ്മൾ സ്നേഹമൊന്നുമില്ലോ. പക്ഷേ ഗ്രീക്കിൽ അതിന് സ്നേഹം എന്ന് പറയത്തില്ല, അതിന് എറോസ് എന്നാ പറയുന്നത്. അപ്പനും അവനും പിള്ളേരും തമ്മിലുള്ള അപ്രീതി വാത്സല്യത്തിൽ നമ്മൾ സ്നേഹമെന്നല്ലേ പറയുന്നത്. ഗ്രീക്കാൻ അതിന് സ്നേഹം എന്ന് പറയത്തില്ല, അവനതിന് സ്ട്രോങ് എന്നാ പറയുന്നത്. കൂട്ടുകാര്യങ്ങളുള്ള അടുപ്പത്തിന് നമ്മൾ സ്നേഹം തന്നെ പറയുന്നത്. അവര് പറയത്തില്ല, അവരതിന് ഫിലയോ എന്നാ പറയുന്നത്. എന്നാൽ സ്നേഹത്തിന് ഒറ്റ പദയുള്ളൂ. ന്യൂ ടെസ്റ്റമെന്റിൽ സ്നേഹത്തിന് ഒറ്റ പദയുള്ളൂ. എന്താണെന്നറിയോ? അഗാപ്പെ. And do you know what it means? Self-sacrificing love. If you love someone, you are ready to give your life for him. Amen. Amen. Hallelujah. 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 Do you love me? അവൻ പറഞ്ഞു എനിക്ക് എന്നോട് പ്രിയമുണ്ട്. Again the Lord asked, do you love me? He said, I like you. And then the third time the Lord turned around the question and asked, do you like me? Then he cried with a loud voice and said, Lord, you knows. പണ്ട് ഞാൻ സ്നേഹമാന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ തെളിയിച്ചു. ഇപ്പൊ പ്രിയ ഇഷ്ടമെന്നൊക്കെ പറയുന്നു. എന്തോ തെളിയിക്കുന്നു എനിക്കറിയത്തില്ല, നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ ചങ്കുറ്റത്തോടൊന്ന് കയറി സ്നേഹമാണെന്നൊന്ന് പറയണ്ട. കുറഞ്ഞ പക്ഷെ ഇഷ്ടമാണെന്ന് പറയാമോ? കുറഞ്ഞ പക്ഷം പറയാം ഇഷ്ടമാണ്. At least can you say I like you, Lord? You may not be able to say I love you more than my own life, but can you say at least I like you, Lord? Hallelujah. Hallelujah. If you want to repay, you have to repay with the same currency. With the same currency. How he loved you. He loved you and gave himself for you. അവൻ നിന്നെ സ്നേഹിച്ച് തന്നെത്താൻ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നെങ്കിൽ അതേ തരത്തിലുള്ള ഒരു സ്നേഹം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, if you love anyone more than me, I mean you are not good for me. Hallelujah. എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ വീടോ സഹോദരങ്ങളെയോ വയലോ സ്നേഹിക്കുന്ന ഒരുത്തരും എനിക്ക് കൊള്ളാവുന്നവനല്ല. എന്നിട്ട് കർത്താവ് പറയാണ്, if you cannot hate your own life, then you cannot be my disciple. നിന്റെ സ്വന്തം പ്രാണനെ കൂടെ പകച്ചെന്നെ സ്നേഹിപ്പാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിനക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയൂ. Hallelujah. The cost of discipleship is so high. Hallelujah. Because he loved us and he gave himself for us, and we have to repay with the same kind of love. Then you can see number two. Hallelujah. Verse 2. Hallelujah. I will call upon the name of the Lord as long as I live. You know what it means? If I have breath in my nostrils, I'm going to be loyal to the Lord. I'm going to be faithful to his word. Hallelujah. Do you know why Abraham was blessed? Do you know why Daniel was protected
even in the den of lions. Do you know why Paul was used in the hand of the Lord? A single word answer: faithfulness. 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 Hallelujah. Hallelujah. If I have breath in my nostrils, I'm going to be faithful to His word. I'm going to be loyal to His word. Hallelujah. ദൈവത്തോടും ദൈവവചനത്തോടും വിശ്വസ്തത പുലർത്താൻ നാം തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന് നാം പകരം കൊടുക്കാൻ തയ്യാറാകുന്നത്. ഇന്ന് രാത്രി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം വിശ്വസ്തരായിരിക്കണം. ജീവനുണ്ടെങ്കിൽ സത്യത്തിന് വേണ്ടി നിൽക്കണം. ജീവനുണ്ടെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. ജീവനുണ്ടെങ്കിൽ പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. അവൻ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കാൻ നാം തയ്യാറാകണം. സമയം വേഗം പോകുന്നുണ്ട്. ഒത്തിരി നമ്മുടെ എല്ലാം പറയാൻ പറ്റില്ല. Come to verse 9. 9-ാം വാക്യം. I will walk before the Lord in the land of the living. ഞാൻ ജീവനുള്ളവന്റെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. വാക്യം എന്താണെന്നറിയോ? അവൻ എന്റെ കണ്ണിനെ കണ്ണുനീരും കാലിന് ഇടർച്ചയിലും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചു. സത്യല്ലേ? നമ്മുടെ സാക്ഷ്യല്ലേ? സംശയമുണ്ടോ? സംശയമുണ്ടോ? ഫ്ലിൻറ്റിൽ കൂടെ ഡ്രൈവ് ചെയ്തിട്ട്, ഡിട്രോയിറ്റിൽ കൂടെ ഡ്രൈവ് ചെയ്തിട്ട്, 23-ാം മൈലിന്ന് എടുത്തിട്ട് ഇപ്പഴും സംശയമുണ്ടോ? ദൈവം കണ്ണിനെ കണ്ണിനെ വിടുവിച്ചത്, കാലിനെ വിടുവിച്ചത്, പ്രാണനെ മരണത്തിന് വിടുവിച്ചത്. നിന്റെ കല്യാണം കൊണ്ട് ട്രൈ ചെയ്താണോ നീ വിചാരിക്കുന്നത്? നീ എല്ലും പല്ലും പൊടിയാതെ ഇന്ന് രാത്രി വിടിയിരിക്കുന്ന ദൈവത്തിന്റെ കാരണം കൊണ്ടാണ്. നമ്മൾ എല്ലും പല്ലും പൊടിയാതെ ഇന്ന് രാത്രി വിടിയിരിക്കുന്നത് അവൻ നമുക്ക് സെക്കൻഡ് ചാൻസ് ആണെന്നല്ലേ? അവൻ നമ്മുടെ കണ്ണിനെ കണ്ണിനെ വിടുവിച്ചില്ലേ? കാലിനെ ഇടച്ചിൽ വിടുവിച്ചില്ലേ? പ്രാണനെ മരണത്തിൽ വിടുവിച്ചില്ലേ? ഇത് സെക്കൻഡ് ചാൻസ് അല്ലേ? എന്തിനാ ദൈവം നമ്മളെ വിളിച്ചേ? അവന്റെ മുൻപാകെ നടക്കാൻ. We have to walk before the Lord. We have to walk before the Lord. Hallelujah. You know, the Old Testament, there is a chapter which is called the Westminster Abbey of the Old Testament. You know what is Westminster Abbey? That's the place where the noble ones of England are buried. The great men of England are buried in Westminster Abbey. And in the Old Testament there is a chapter which is called Westminster Abbey. And in that chapter all of our patriarchs were dead and buried. Adam, Seth, Enos, Kenan, Mahalalel, Yareth, Methuselah. ഇങ്ങനെ 9 അപ്പച്ചന്മാരെ 5-ാം തീയതി കുടിച്ചിട്ടുണ്ട്. 9 ഗിന്നസ് ബുക്കില് ആദ്യം പേരിട്ട് ആർക്കെന്നറിയാം? മെഥൂസലഹ. He lived 969 years. And until this day, no one dared to break that record. ഇതുവരെ അവന്റെ റെക്കോർഡ് ഒരുത്തരും ബ്രേക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഗിന്നസ് ബുക്കിൽ നിന്ന് ഒരിക്കലും പേര് മാറാതെ കിടക്കുന്ന അപ്പച്ചനാണ് മെഥൂസലഹ. പക്ഷെ അയാളെ ചരിത്രം 3 വാക്കിൽ ഒതുക്കി: ജനിച്ചു, ജനിപ്പിച്ചു, ചത്തു. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, ചെറിയ ചിരി വരുന്നുണ്ട്. ചിലർക്ക് എന്താ കേട്ടാലും ചിരി വരത്തില്ല. ജനിച്ചു, ജനിപ്പിച്ചു, ചത്തു. ഞാൻ എപ്പോ വായിച്ചാലും ചിരി വരും. ജനിച്ചു, begotten, beget, died. നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചത്. അടിച്ച് സംഘപാസ്റ്റിന്റെ കുടവേറും വന്ന് അതിൽ 2 പിള്ളേരെ ജനിപ്പിച്ചേ ചത്തു തോരയാനാണോ നിന്നെ ദൈവം വിളിച്ചത്? 2 പിള്ളേരെ ജനിപ്പിച്ചേക്കങ്ങ് തീരാനാണോ ദൈവം നിന്നെ കണ്ണിനെ വിടുവിച്ചേ? കാലിനെ ഇടച്ചെല്ല് വിടുവിച്ചേ? അല്ല, അല്ല, അതല്ല പർപ്പസ്. 9 അപ്പച്ചന്മാരെ കുടിച്ചിട്ടപ്പോഴേ അതിനിടെ വേറെ ഒരുത്തൻ നിവർന്നു നിൽപ്പുണ്ട്. സ്തോത്രം. അവനെ കുടിച്ചിട്ടില്ല. ഹല്ലേലൂയ. അവൻ ചത്തില്ല. ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയാമോ? അല്ലെങ്കിൽ അവനെ ജനിച്ചതാ. അവന് ഒത്തിരി എണ്ണത്തെ ജനിപ്പിച്ചതായിട്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ 60-ാമത്തെ വയസ്സ് വരെ ഒരു പിള്ളേരെ ജനിച്ചില്ല. അവൻ ഒരു കൊച്ചിനെ കിട്ടാൻ കൊതിച്ച് വീണ് താഴെ കടന്ന് നിലവിളിച്ച് ദൈവത്തോട് ചോദിച്ചു. 60-ാമത്തെ വയസ്സില് ഒരു കൊച്ചിനെ കിട്ടി.
കുഞ്ഞിനെ കാണാൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ നേഴ്സ് വെച്ചമ്മ കുഞ്ഞിനെ കൊണ്ട് വന്നിച്ചു പറയാ, അല്ലല്ലേ അച്ചായ, ആൺകുഞ്ഞ അച്ചായനെ പറിച്ചു വെച്ചാലാ, അച്ചായനെ പറിച്ചു വെച്ചാലായിരിക്കുന്നേ. ആ കുഞ്ഞിനെ കൊണ്ട് അച്ചായൻ വാങ്ങിച്ച് നോക്കുന്നുടനെ അടുത്ത നേഴ്സ് വെച്ചമ്മ ഇറങ്ങി വന്നിച്ചു പറഞ്ഞു, അച്ചായ കൊച്ചമ്മയുടെ പ്രസവവേദന മാറി, പക്ഷെ മരണവേദനയിലായിപ്പോ. Hanok fell down to the ground and started to cry unto the Lord, "Oh Lord, help me." And when he cried, the Lord came down. He wiped his tears, then entered into that labor room and delivered that lady from death. Hallelujah. At that moment, hallelujah, Enoch was changed in his life. Do you know? Do you want to hear the history of Enoch for the next 300 years? In one sentence, the Holy Spirit says, he walked with God for 300 years. Hallelujah. He walked with God for 300 years. And then God took him. And therefore he was not. അവൻ 300 വർഷം യഹോവയോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തതിനാൽ അവനില്ലാതെയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എടുക്കപ്പെടും മുൻപേ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന സാക്ഷ്യമായിരുന്നു. The choice is yours. The choice is yours. Walk according to the flesh, you will die. Walk according to the spirit, there will be a rapture for you. Hallelujah. ജനത്തെ അനുസരിച്ച് നടക്കൂ, നീ മരിക്കും. സത്യം. ആത്മാവിനെ അനുസരിച്ച് നടക്കൂ, ദൈവത്തിനെ റാപ്ചർ ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ദൈവം മുൻപാകെ നടക്കാം, ദൈവത്തിന് മുൻപാകെ നടക്കാം. നാം തീരുമാനിക്കുമ്പോഴാണ് നാം ദൈവത്തിന് പകരം കൊടുക്കുന്നത്. ഹല്ലേലൂയ. 14 വാക്യം. I will offer unto the Lord my vows in the presence of all his people. യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ ഞാൻ അവന്റെ സകല ജനവും കാണിക്കേ. നമ്മളാരും നേർച്ച നേരത്തില്ല. കാരണം നമ്മളെല്ലാം മധ്യ തിരുവിതാംകൂറിയും വന്നവരല്ലേ. റാന്നിന്നും കുഴിക്കാലായിന്നും കോന്നിന്നും അടൂരിന്നും പുനലൂരിന്നും ഒക്കെ വന്നവരല്ലേ നമ്മള് നേർച്ച നേരത്തില്ല. നേർച്ചയൊക്കെ അങ്ങ് തമിഴ്നാട്ടുകാർക്ക് കൊടുത്തേക്കോ നമ്മള്. പിന്നെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ കാണാം, ചിലപ്പോ നേർന്ന് കാണും. എന്റെ വലിയ വെച്ച് നടന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. കർത്താവെ, കോഴിക്കുഞ്ഞുങ്ങൾ 10 ഉണ്ട്, ഒന്നിനെ പരിധി കൊണ്ടുപോകാതെ 10 നോക്കി കാത്തു തരാമെങ്കില് അവൻ ഒരെണ്ണത്തെ പരിബലത്തിൽ എനിക്ക് കൊടുത്തേക്കാം. അയാൾക്ക് കോഴിയെ നോക്കാനല്ല, വേറെ എന്തും പറ്റും. കോഴിയെ നോക്കട്ടെ, അതിനെ എങ്ങനെ തുറത്തുന്നു? കോഴിയെ നോക്കട്ടെ. നമ്മള് രക്ഷിക്കപ്പെട്ടവരാരും കോഴിയും കാളയൊന്നും നേർച്ചയായിട്ടില്ല. ഇവിടെ മലയാളികള് നേർച്ച നേരത്തില്ല. നേർച്ച മുഴുവൻ നമ്മുടെ ആറ്റാക്കാം ഇല്ലയോ? എന്താ കാര്യം എന്നറിയോ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേദപുസ്തക കഥാപാത്രം മഹാജ്ഞാനിയായ ശലോമോൻ. അവന്റെ കണ്ണിന് ബുദ്ധിയല്ലേ നമുക്ക് കിട്ടിയത്. അവനെന്താ പറഞ്ഞേ? ഈ നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേടാതിരിക്കുന്ന, നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേടാതിരിക്കുന്ന. നിന്റെ ആശയെല്ലാം തകർന്നപ്പെടും. നിന്റെ കിടക്ക നീ കണ്ണുനീര് കൊണ്ട് നനച്ചപ്പെടും. സ്വന്തം സഹോദരൻ നിനക്കെതിരെ പടവാൾ ഉയർത്തിയപ്പെടും. നിന്റെ അപ്പൻ നിന്നെ കൈവിട്ടപ്പെടും. നിന്റെ അമ്മ നിന്നെ കൈവിട്ടപ്പെടും. ആശ്രയിച്ചവരൊക്കെ കൈമലർത്തിയപ്പെടും. അല്ലെങ്കിൽ വീട് വിട്ട് പ്രാണരക്ഷാർത്ഥം നീ ഓടിയപ്പെടും. എല്ലാം തീർന്ന് ലൂസിൽ നീ എത്തിയപ്പെടും. നിന്റെ ലൂസിനെ ബദലാക്കാൻ, നിന്റെ മരുഭൂമിയെ ഉദ്യാനമാക്കാൻ, ഹല്ലേലൂയ, നിന്റെ കണ്ണുനീരിനെ സന്തോഷമാക്കാൻ, നിന്റെ നിരാശയെ പ്രത്യാശയാക്കാൻ ഇറങ്ങി വന്ന നിന്റെ അപ്പന്റെ ദൈവത്തിന്റെ മുമ്പിൽ എടുത്ത തീരുമാനം 20 വർഷത്തിന് മുമ്പാണെങ്കിലും നീ മറന്നാലും ദൈവം മറന്നിട്ടില്ല. ദൈവം മറന്നിട്ടില്ല. മറക്കാൻ ദൈവം മനുഷ്യനല്ല. മറക്കാൻ ദൈവം മനുഷ്യനല്ല. നിന്റെ കഷ്ടതയുടെ നടുവില്, നിന്റെ പ്രതിസന്ധിയുടെ നടുവില്, നിന്റെ വേദനയുടെ നടുവില് നീ എടുത്ത നേർച്ചകൾ മുഴുവൻ ദൈവത്തിനോട്
Pastor, it is the story of Jacob. It's not my story. I have never ever come to that stage. I have never ever come to that kind of a situation. I never made a vow. Maybe true. But God has done great things for you. And we want to repay. Only few more minutes before us. Ammachi, you are going to make 4 vows. ചിരിക്കണ്ട അമ്മ പറയുന്നത്. തല നല്ല വില മൂടിയിട്ടുണ്ട്. കണ്ണാടിയും വെച്ച് ചിരിക്കണ്ട. നേർച്ച നേരെ തയ്യാറായിക്കോ. ഇളം പച്ച സ്കാഫ് നേർച്ച നേരെ തയ്യാറായിക്കോ. Get ready. Get ready. Get ready. You are going to make 4 vows. You have to make 4 vows. And you must make 4 vows. If you want to pay back. Get ready, money. Get ready. You are going to make 4 vows, okay? Hallelujah. First one, according to verse 13, the vow of stewardship. Second one, according to verse 15, the vow of separation and holiness. Third one, according to verse 16, the vow of service. And according to verse 17, the vow of sacrifice. Read it, verse 13. I will take the cup of salvation. I will take the cup of salvation and call unto the name of the Lord. You know, okay. ആ സംഗീതത്തിന്റെ പശ്ചാത്തലം ഞങ്ങൾക്കറിയാം. പാതാള വേദനകൾ എന്നെ പിടിച്ചു, മരണപാശങ്ങൾ എന്നെ ചുറ്റി, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഞാൻ എന്റെ പരിഭ്രമത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, ഞാൻ എന്നാ പറഞ്ഞറിയോ, സകല മനുഷ്യന്മാരും കള്ളന്മാരാ. ഓൾ മെൻ ആർ ലയേഴ്സ്. പെന്തിക്കോസ്തുകാര് എല്ലാം കള്ളന്മാരാ. പാസ്റ്റർ പോലും കള്ളനാ. ഓർമ്മ പറഞ്ഞേ. ഈ പിരി വെട്ടുമ്പോ ഇതും പറയും, അപ്പുറത്തും പറയും. അറിയോ, ഈ ഡിസ്ട്രസ്സിലാവുമ്പോ, പരിഭ്രമത്തിന്റെ നടുവിലാവുമ്പോ പറയുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും പെന്തിക്കോസ്തുകാർ കള്ളന്മാരാന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവന്റെ പിരി മുഴുവൻ വെട്ടിയെന്ന് അർത്ഥം. ഹല്ലേലൂയ. സകല മനുഷ്യരും കള്ളന്മാരാ. അവന്റെ കഷ്ടത്തിന്റെ നടുവില്, പാതാള വേദനയുടെ നടുവില്, മരണമാസങ്ങൾ അവനെ ചുറ്റിയപ്പോഴ്, സങ്കടവും കഷ്ടവും അനുഭവിച്ചപ്പോഴ്, in the midst of his distress, he said, all men are liars. Do you know what it means? പാസ്റ്റർമാർക്ക് എന്നെ സഹായിക്കാൻ ഒക്കത്തില്ലെന്ന് എന്റെ അർത്ഥം. പെന്തിക്കോസ്തുകാർക്ക് എന്നെ സഹായിക്കാൻ ഒക്കത്തില്ലെന്ന് എന്റെ അർത്ഥം. പിന്നെ എവിടെ സഹായം? അപ്പോഴാണ് നടുവിന് 2 കൈയും കൂടെ കൊടുത്തേച്ച് ഒരു വിളി, അയ്യോ യഹോവേ രക്ഷിക്കണേ. ഇപ്പിന് കൈ കൊടുത്തോണ്ട്, 2 കൈയും കൂടെ കൊടുത്തോണ്ട്, യഹോവേ. ഞാൻ ചോദിക്കട്ടെ, തലേ കൈ വെച്ചവന്മാരുണ്ടോ കള്ളന്മാരെന്ന് പറഞ്ഞപ്പോ അവന്റെ കൈ പാത്രം ഉണ്ടായിരുന്നു. ഹിപ്പിന് 2 കൈയും കൊടുത്തോണ്ട് യഹോവേ രക്ഷിക്കണേ എന്ന് വിളിച്ചപ്പോ അവന്റെ കൈ പാത്രം ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. ഇപ്പൊ എവിടുന്ന പാത്രം വന്നേ? പാത്രം വന്നറിയോ? ദൈവമേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുക. ഞാൻ നിനക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യും. ഞാൻ രക്ഷയുടെ ഉറവിൽ നിന്ന് സന്തോഷത്തോടെ വെള്ളം കോരും. When we cried unto the Lord heard our cry and he came down and he opened, hallelujah, the spring of salvation. And how many times you draw water from that well? How many times you draw water from that well? എത്ര പ്രാവശ്യം ദൈവം നിനക്ക് വേണ്ടി തുറന്ന ഉറവയിൽ നിന്ന് നീ കോരിയെടുത്തു. നിനക്ക് വേണ്ടതന്നെ കോരിയില്ലേ? നിന്റെ ജീവന് വേണ്ടിയത് കോരിയില്ലേ? നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയത് കോരിയില്ലേ? നിന്റെ ഭക്തിക്ക് വേണ്ടിയത് കോരിയില്ലേ? അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ദൈവം തുറന്ന ഉറവയിൽ നിന്ന് നാം സമൃദ്ധിയായിട്ട് കോരിയവരല്ലേ? Can you say with King David, oh Lord, I have no good thing beside thee. ദൈവമേ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ലേ? അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ ഈ വീട്? ആണോ? അല്ലല്ല. ഇവിടുത്തെ സായിപ്പ് പണി നമുക്ക് കാണാനല്ലേ? അല്ലേ? അവനെ തടി വീട്ടിൽ കടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പച്ച പറഞ്ഞ സ്ഥാനം നോക്കി കുടിച്ച കണക്കിന്നാണോ കുടിക്കുന്ന മാമ?
അല്ലല്ല, അങ്ങോട്ട് തിരിച്ചാൽ ചൂടുവെള്ളം, ഇങ്ങോട്ട് തിരിച്ചാൽ തണുത്ത വെള്ളം, ഇടയ്ക്ക് വെച്ചാല് നിനക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ. നീ നട്ടുണ്ടാക്കിയ തോട്ടത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും വലിയ ഏത്തയ്ക്ക, ഹല്ലേലൂയ, ഓറഞ്ചിന്റെ അത്രയുള്ള ഗ്രേപ്സ് നിന്റെ മുന്തിരി തോട്ടത്തിൽ നിന്ന് പറിച്ചാന്നോ? അവൻ നീ നട്ടുണ്ടാക്കാത്ത തോട്ടത്തിൽ നിന്നാണ് നീ തിന്നുന്നത്. നീ കുടിക്കാത്ത കിണറ്റിൽ നിന്നാണ് നീ കുടിച്ചത്. നീ ഉണ്ടാക്കാത്ത വീട്ടിലാണ് നീ പാർക്കുന്നത്. എത്ര എത്ര നന്ദിയാ തന്നെ. ദൈവം തന്നെയല്ലേ? ദൈവം തന്നൊക്കെ ദൈവത്തിന് പോകണം. അതിനെ സ്റ്റ്യൂവർഷിപ്പ് എന്ന് പറയും. പണത്തിന് മാത്രമല്ല സ്റ്റ്യൂവർഷിപ്പ്. ഹല്ലേലൂയ, പണത്തിന് മാത്രമല്ല. Everything that you hold belongs to God. Hallelujah. Your brain, God's gift. Your strength, God's gift. Hallelujah. പ്രാർത്ഥിക്കുന്ന നന്ദി ദൈവത്തിന്റെ ദാനമാണ്. അനുസരണമുള്ള പിള്ളേരെ ദൈവം നിനക്ക് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് നിലവിളിക്കുന്ന ഭാര്യയെ ദൈവം തന്നെ. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഉള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തന്നത് മുഴുവൻ ദൈവ സമീപിക്കണം. എല്ലാത്തിനും വിശ്വസ്തയായിരിക്കണം. Stewardship in financial matters is the easiest thing. The easiest one. Stewardship in time, talent, it's very difficult. But stewardship in financial matters is the easiest thing. I'll prove. You know who was the first one who got a doctorate in business administration? You know who? There are so many people. Those who got doctorate in business administration from Duke University. But there is only one who got a doctorate in business administration from the Womb University. Do you know who is that? Do you know who is that? Our Jacob. And when he came out of the womb of his mother, you know how he came? Holding the certificate for the doctorate. Yes. You know how he came? He was just holding the feet of his elder brother. കമന്ന് വീണ പിന്നെ കാൽ പണവന്റെ പൊക്കത്തുള്ളൂ. ഇതുപോലെ ബിസിനസ് വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 4 ഔൺസ് കൊള്ളുന്ന ഗ്ലാസിനകത്ത് പായസമുണ്ട്. മൂത്ത അച്ചാച്ചന്റെ ജ്യേഷ്ഠാവശം വാങ്ങി പോക്കറ്റിടും. ഒരു കൊച്ചു സോസിനകത്ത് വറുത്ത മട്ടനുണ്ടേ. മൂത്ത മോന് കൊടുക്കാൻ വെച്ചേക്കുന്ന അപ്പച്ചന്റെ അനുഗ്രഹം വാങ്ങിച്ചോട്ട് പോകും. ഒരു കത്തിയും അത് ഒരു ആൽമണ്ട് ബ്രാഞ്ചും അത് കത്ത, അല്ലെങ്കിൽ അവര് പുന്നക്കമ്പും ചെത്താന് ഒരു കത്തിയുണ്ട്. അമ്മായിയപ്പന്റെ അവന്റെ ആരക്കത്തിന് ഇതുപോലെ ബിസിനസ് അറിയാവുന്ന ആളുകളുണ്ട്. അവനുണ്ടല്ലോ, he dared to make a business deal with the Lord. One day he came to the Lord and said, you have to be with me in my travel. You have to give me food to eat, clothes to wear. And for 20 years I'm going to just go here and there. But my intention is to come back to my dad's home after 20 years. Until that day, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരോ ധരിപ്പാൻ വസ്ത്രം തന്ന് ഒരു 20 വർഷം ഞാനിങ്ങനെ കറങ്ങി നടന്നേച്ച് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പം എന്നെ ക്ഷേമമായിട്ട് സമാധാനത്തോടെ സേഫായിട്ട് നീ കൊണ്ടുവരാൻ പറ്റി. യു വിൽ ബി മൈ ഗോഡ്. അത്രയും ചെയ്യാൻ നീ എൻ്റെ ദൈവമായിരുന്നു. അതുവരെ നീ എൻ്റെ അപ്പൻ്റെ ദൈവമായിട്ട് വിളിക്കുന്നു. പക്ഷെ ഇത്രയും ചെയ്യാൻ നീ എൻ്റെ ദൈവമായിരിക്കും. എന്നിട്ട് പറയാം, ഞാൻ നിനക്ക് ആലയം പണി. എന്നിട്ട് അവൻ പറയാം, if you will give me $10, I will give you $1. You know what the Lord said? Agreed കുട്ടാ, സമ്മതിച്ചടാ കുട്ടാ. എന്താ കാര്യം എന്നറിയാം? അവന് 100 കൊടുത്ത തരാത്ത സൈസ അവന്റെ പരിപ്രവർത്തന്റെ നടുവില് അവൻ ഇപ്പൊ കയറി പറയാ, 10 തന്നാ മതി. ഒന്ന് നിനക്ക് ചിരിക്കൊന്നും വേണ്ട, ചിരിക്കൊന്നും വേണ്ട. ഇപ്പൊ തീരുമാനിച്ചു ചിരിക്കണ്ട, തീരുമാനിക്കും. Make a decision. Make a decision. Make a vow unto the Lord. Lord, you brought me in this foreign land, and whatever financial blessing you are going to give, I'm going to separate 1/10 of that
for the glory of God. Amen. Tithe belongs to the Lord. Amen. Tithe is holy unto God. ഇന്ന് രാത്രി തീരുമാനിച്ചു, എടാ കൊച്ചുകൂട്ട ഇപ്പോഴേ നീ തീരുമാനിച്ചു. From this time you make that decision. Lord, whatever financial gain you give to me, I will separate 10% for the glory of the Lord. And that is the prayer for the blessings, you know, prosperity. ഹല്ലേലൂയ. ആകാശത്തിന്റെ കിഴിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ നീ അനുഗ്രഹിക്കാൻ ദൈവം വെച്ചേക്കുന്ന ഒരു വ്യവസ്ഥയാണ് യഹോവയ്ക്കുള്ളത്. യഹോവയ്ക്ക് render unto God that belongs to God. Hallelujah. Giving is not losing, giving is gaining. Giving is not losing, giving is blessing. Giving is not losing, giving is grace. And let me tell you, giving is the way to receive. Give and you shall receive. ഇന്ന് രാത്രി തീരുമാനിച്ചു, ഈ അന്യരാജ്യത്തിനെ കൊണ്ടുവന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം എനിക്ക് നൽകുന്ന സകല ഭൗതിക നന്മയിലും 10-1, കുറഞ്ഞത് 10-1 യഹോവയ്ക്ക് വിശുദ്ധമായി, അവൻ ദശാംശം യഹോവയ്ക്ക് വിശുദ്ധമായി ഞാൻ വേർതിരിക്കുമെന്ന് തീരുമാനിക്കാൻ നീ തയ്യാറായാൽ ഈ അനുഗ്രഹത്തിന്റെ പാതയിലായിട്ട് മാറാൻ പോവുകയാണ്. Hallelujah. Hallelujah. Amen. Verse 50. Hallelujah. The death of his saints are so precious in the sight of the Lord. അവന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. ഈ കേരളത്തിൽ നിന്ന് ന്യൂയോർക്ക് വന്ന അച്ചായന്മാരെല്ലാം ഈ വാക്യം മഞ്ഞ ഹൈലൈറ്റർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടേക്കും. എന്തിനാണെന്നറിയോ? പാസ്റ്റ് ചാവുമ്പോ, ഡീക്കൻ മരിക്കുമ്പോ, ഓക്കെ, അമ്മച്ചി മരിക്കുമ്പോ, തോമസ് ഡാൽട്ടനിൽ കുളിച്ചൊരുക്കി പെട്ടിക്കകത്ത് കൊണ്ട് കിടത്തുമ്പോ, സഭയെ പ്രതിനിധീകരിച്ച്, ദേശത്തെ പ്രതിനിധീകരിച്ച്, വീട്ടുകാരെ പ്രതിനിധീകരിച്ച് കണ്ടോളൻസ് പറയാൻ 2 മിനിറ്റ് കിട്ടും. അപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് കേറി ഷൈൻ ചെയ്യാൻ വരച്ചു വെച്ചേക്കുക. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയ. വല്ലവനും ചാകുമ്പോ വായിക്കാനുള്ള വാക്യമല്ല അത്. ആ വാക്യം എന്താണെന്നറിയോ? That's a warning. That's a warning. When you die, do you want to have your death very precious for the Lord? Hallelujah. If you want, hallelujah, the Lord to consider your death are so precious unto him, then leave us a saint. Hallelujah. ഭക്തനായിട്ട് ജീവിക്കുക, ഭക്തനായിട്ട് മരിക്കാം. ഭക്തനായിട്ട് മരിച്ചാൽ ദൈവത്തിന് നീ വിലയേറിയവനായിട്ട്. Hallelujah. 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 You know what he say? Saint ആരാ ഭക്തനെന്നറിയാമോ? യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. He is set apart for God and God alone. He is consecrated for God. He is set aside for God and God alone. നടുങ്ങുകയും പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കയിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. Hallelujah. You have to tremble before God. You have to stand for God. You have to stand for separation. You have to stand for holiness. You are not an ordinary fellow. You know who you are? Do you know who you are? Hallelujah. You are a peculiar people. You are a holy nation. You belongs to the royal priesthood. Hallelujah. നാം ജാതകീയ പുരോഹിത വംശമാണ്. നാം ദൈവത്തിന്റെ പ്രത്യേക ജനമാണ്. നാം വിശുദ്ധ ജനമാണ്. Hallelujah. We have to stand for holiness. Separation. എനിക്ക് പ്രാർത്ഥന പറഞ്ഞു, കർത്താവേ, ഭക്തൻ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ. Let me die as a saint. Do you know how he died? He died like a donkey. You know why? He lived like a donkey. God said to him, he could not understand. Then the angel came and spoke to him. Still that donkey could not understand. Then God understood, if this donkey must understand something, the real donkey must speak to this donkey. So the Lord spoke to the donkey who was carrying the other donkey and told, tell us. കഴുതയോട് പറയാൻ, അവൻ കഴുതയോട് പറയാൻ തല തിരിച്ച് മേപ്പോട്ട് നോക്കി, കയ്യിൽ നിന്ന് ചാത്തമാർ വെച്ച് ആ കഴുത ഈ കഴുത അടിച്ചു. ഉടനെ ഈ വാഹനമൃഗമായ കഴുത മോളിൽ നിന്ന് കഴുതയോട് എന്നാ പറഞ്ഞെന്നറിയാ? എടാ കഴുതേ, നിന്നെ എത്ര നാൾ ഞാൻ നിന്നെ ചുമന്നു, എന്നെങ്കിലും ഞാൻ ഇടംകേട് കാണിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ എന്താണ് ഇടംകേട് കാണിച്ചേ? എടാ, നിന്റെ തല കോതാൻ തോണ്ട വാളും പിടിച്ചൊരു ദൂതൻ അവിടെ നിൽക്കുന്നത് ആ കഴുത അങ്ങോട്ട് പോകാതെ.
എന്നിട്ട് ആ കഴുതയ്ക്ക് മനസ്സിലായില്ല. ദ്രവ്യാഗ്രഹം അവന്റെ കണ്ണു മൂടിക്കളഞ്ഞു. കൂലി അവൻ കൊതിച്ചു. ദൈവമക്കളെ കൊന്ന് കാശ് കീശയിലിടാൻ കള്ളം പോകുക. എന്നിട്ട് പ്രാർത്ഥന, കർത്താവേ പക്കനം ചാവുന്ന പോലെ ചാവട്ടെ, താനീ കഴുതയായിട്ട് അവൻ ചാത്തെ. Do you want to die like a saint? Live like a saint. Make a determination. The best example is Daniel. He purposed in his mind. You know what he said? I'm not going to defile myself with the unclean things of Babylon. Hallelujah. We are in a strange land. When we enjoy the blessings of this strange land, make that decision. I will not defile myself with the unclean things of this world. Hallelujah. ഈ രാജ്യത്തിനെ കൊണ്ടുവന്നു. ഇവിടുത്തെ നന്മകൾ ഞാൻ അനുഭവിക്കുമ്പോൾ ഇവിടുത്തെ തിന്മകൾ എന്റെ ജീവിതത്തെ തൊടുകയില്ല. കാരണം ഞാൻ ഡിഫറെന്റ്. I'm different. I'm a child of God. I'm the temple of the Holy Spirit. And everything that is in the temple of the Lord must have an inscription, holy unto God. You are holy unto the Lord. Live a holy life. Make it Hallelujah. Make it wow. I will stand for holiness. The third one, verse 16. I'm thy servant, O Lord, the son of thy maid servant. You have loosed my chains. ഞാൻ നിന്റെ ദാസൻ, നിന്റെ ദാസിയുടെ മകൻ തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ബന്ധനമല്ലോ രണ്ട് കൈ ഒന്ന് മുഖ്യ നാട്ടിയെ ചിലക്കൊക്കെ എല്ലാം കെട്ടിവെച്ചിരിക്കുന്നുണ്ട്. രണ്ട് കൈയുടെ നാട്ടിയെ കൊണ്ടോ പടക്കൊണ്ടോ കൊണ്ടോ തോന്നുന്നുണ്ടോ കുഴപ്പത്തില്ലല്ലോ. വളരെ കൊണ്ടോ തോണിക്ക് വേദനയുള്ളവരെല്ലാം നാട്ടിൽ ഇപ്പൊ വേദന പോകാനേ. ചിലർക്ക് തൊണ്ടയ്ക്കാ പിടിത്തം, ചിലർക്ക് തൊണ്ടയ്ക്കാ പിടിച്ചേക്കുന്നത് പിച്ചാൻ പിടിച്ചു വെച്ചേക്കുന്ന പോലെ. ഒന്ന് തൊണ്ട ഒന്ന് തുറന്നു നോക്കിയേ, ഒന്ന് തുറന്നേ. Oh, he lost our shackles. He lost our chains. Hallelujah. If the Son of God make you free, you are free indeed. You have the freedom to say to the lords of this world, no. You have the freedom to say to the devil, no. You have the freedom to say to Jesus, yes, Lord. Amen. That's called freedom. Amen. That's freedom. The best example is Joshua. You know what he said? You can save any god or goddess you want. The other side of the river, so many gods. This side of the river, so many gods. In India, so many gods and goddesses. You can serve any god. പമ്പാ നദി തുടങ്ങുന്നിടത്തൊരു ചെറുത്താനുണ്ട്. ശബരിമലയിൽ പമ്പാ നദി തീരുന്നിടത്തു ഒരു ചെറുത്താൻ. അല്ലല്ലേ പരിമലയിൽ നിനക്ക് ഏത് തിരുമേനിയെ വേണേലും വാങ്ങാം. പക്ഷെ എനിക്ക് ഒരു തിരുമേനി ഉണ്ട്, ഒറ്റ തിരുമേനിയുള്ളൂ. എനിക്ക് ഒറ്റ തിരുമേനിയുള്ളൂ, എനിക്ക് ഒറ്റ ദൈവമുള്ളൂ. ജീവിതത്തിൽ ഒത്തിരി ദൈവങ്ങൾ കാണും, പക്ഷെ എനിക്ക് ഒരു ദൈവത്തെ അറിയാം. യോശുവ പറയാ, രക്തം കൊണ്ട് വിടുവിച്ച ദൈവത്തെ എനിക്കറിയാം. അവൻ വഴിയില്ലാത്തടുത്ത് വഴി ഉണ്ടാക്കിയ ദൈവത്തെ എനിക്കറിയാം. അവൻ പ്രതീക്ഷയില്ലാത്ത പാറയിൽ ഉളവ് തോന്നുന്ന ദൈവത്തെ എനിക്കറിയാം. പകൽ മേഘസ്തംഭത്തിന് കീഴിൽ നടത്തിയ ദൈവത്തെ എനിക്കറിയാം. രാത്രി അഗ്നിസ്തംഭത്തിന് കീഴിൽ സൂക്ഷിച്ച ദൈവത്തെ എനിക്കറിയാം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അരുളി ചെയ്ത ജീവനുള്ള പ്രവർത്തിക്കുന്ന ദൈവത്തെ എനിക്കറിയാം. I know a God. I'm going to serve him exclusively. I'm going to serve him diligently. I'm going to serve him perpetually. Hallelujah. ഞാൻ അവനെ മാത്രമേ സേവിക്കൂ. വേറെ ഒരുത്തനെ ഞാൻ തിരുമേനി എന്ന് വിളിക്കത്തില്ല. വേറെ ഒരുത്തനെ മുമ്പ് ഞാൻ മുട്ടുകുത്തുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കൊരു തിരുമേനി ഉണ്ട്, അവൻ ജീവനുള്ള തിരുമേനിയാണ്. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന കൊച്ചമ്മ സൂര്യ പിടിക്കാൻ പോലെ ഇരുന്നാൽ ഞാൻ ദൈവത്തെ ആഗ്രഹിക്കും. എന്റെ ഇപ്പുറത്തും അപ്പുറത്തിരിക്കുന്ന അച്ചായി മഴക്കുഞ്ചു പോലെ ഇരുന്നാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആരും ദൈവത്തെ സേവിച്ചില്ല, ഞാനും എന്നെ കുടുംബം. കുന്നനങ്ങ് വളർന്നതാ, കുന്നനങ്ങ് വളർന്നതാ. പക്ഷെ അവനെ അറിയാൻ തീരുമാനിച്ചേക്കുക. ചക്കിയും വളർന്നു വരിക, പക്ഷെ ഞാൻ അവിടെ കാര്യം തീരുമാനിച്ചേക്കുക. എന്റെ ഭാര്യയുടെ കാര്യം ഞാനാ തീരുമാനിക്കുന്നത്. ഞങ്ങളും കുടുംബമായി ദൈവത്തെ സേവിക്കാം. ഞങ്ങളെ കുടുംബമായി ദൈവത്തെ സേവിക്കാം.
We will serve the Lord. Thank you, Make Jesus. that vow. ആരും ദൈവത്തെ സേവിച്ചില്ലല്ലോ. And finally, verse 17, I will offer unto the Lord the sacrifices of thanksgiving. The vow of sacrifice. I will offer unto the Lord the sacrifices of thanksgiving. കൊമ്പും കുളമ്പുമുള്ള മൂരിയുടെ മേധസ്സിനേക്കാൾ എന്റെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമുണ്ട്. സ്തോത്രമെന്ന യാഗം, അതരമനമെന്ന സ്തോത്രയാഗം, ആത്മാവിലുള്ള സ്തോത്രയാഗം. ഹല്ലേലൂയ. സൂത്രത്തിൽ പറയുന്ന സ്തോത്രമല്ല, ആത്മാവിൽ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം എന്ന യാഗം. ഏറ്റവും വലിയ ഉദാഹരണം ഈ സങ്കീർത്തനക്കാരൻ തന്നെയാണ്. വേറൊരു സങ്കീർത്തനത്തില് പുള്ളി പറയാ, ഞാൻ ഭൂമി എല്ലാ കാലത്തും പാടിക്കും, അവന്റെ സ്തുതി വല്ലപ്പോഴും എന്റെ നാവിൽ നിന്നില്ല. അവന്റെ സ്തുതി എപ്പോഴും. നിങ്ങളുടെ പുസ്തകത്തിൽ എങ്ങനെയാണോ? ആമേൻ. അങ്ങനെ തന്നെയാണോ? നിങ്ങളുടെ വീട്ടിലെ പുസ്തകത്തിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെന്താ പറയാത്തെ? അയ്യോ, ദൈവത്തോട് ഇങ്ങനെ വെള്ളം പറയാനും നമ്മൾ ചിലപ്പോ പാടും. അതല്ല, മുറ്റും ഞാൻ നിക്ഷേപം മുഴുവൻ. എന്നിട്ട് പേഴ്സ് പറഞ്ഞിട്ട് $1 ഇല്ലാത്തോണ്ട് സ്വർണ്ണം കഴിച്ചു പാടിയതെന്തുവാ? നിക്ഷേപം മുഴുവൻ. എന്നിട്ട് പേഴ്സ് എടുത്ത് നോക്കിയപ്പോ $1 10 ഉണ്ട്. അവരിന്ന് സ്വർണ്ണം ഞാൻ എല്ലാ കാലത്തും വായിച്ചു. അവന്റെ സ്തുതി സത്യം പറ. Always his praises shall be in my mouth continuously. ഇടതടവില്ല, without ceasing I will praise him. Do you know when he said it? Do you know when he said it? He was running for his life just like a mad dog through Ankara, through Adullam, through the desert. He was running for his life. And do you know, unfortunately, running and running, and finally he came to the enemy's camp. ചില വട്ടി ഓടി കുരുക്കിനകത്ത് എന്ന് വീഴുന്നു. ജീവനെ കൊണ്ട് ഓടി ചെല്ലി ആടിയത് യവനെ കൊല്ലാൻ കാത്തിരിക്കുന്ന പട്ടാളക്കാരന്റെ നടുക്ക്. യവൻ ചെന്ന് ചാടി തളർന്ന് വീണപ്പോ പട്ടാളക്കാരൻ 4 ചാടി അവനെ വീണു. യവനെ പൊക്കി എന്നെ എടുത്തു, രാജാവിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. അബീമേലെക്കിന് മുമ്പിൽ തിരുമനസ് കണ്ടില്ലേ അവനെ? കണ്ടില്ലേ അവന്റെ കള്ളച്ചിരിയാൻ നോക്കി. അവൻ ആരാന്നറിയാ? ഒറ്റ ഏറിന് നമ്മുടെ കമാൻഡർ ക്യാപ്റ്റൻ ഗോലിയാത്തിനെ കാച്ചിയ പോലെ ഇരിക്കുന്നത്. ഒറ്റ ഏറിന് ഗോലിയാത്തിനെ തട്ടിയവനെ അവന്. യവനെ കുറിച്ച് ഇസ്രായേലിലെ കന്യമാര് പാടിയത്, ദാവീദ് 11,000 കൊന്നു. He killed 10,000 of our soldiers. He is our enemy. He is our enemy. When Abimelech heard it, his face was turned so red. Do you know what he did? He was rushing for this hand to take out the sword. വാൾ വലിച്ചു ഞാൻ കൈമുറയിലേക്ക് വന്നു. വില്ലാളി വീരനായ പരാക്രമശാലിയായ യുദ്ധവീരനായ ദാവീദ് അത് കണ്ടപ്പോൾ അവന് മനസ്സിലായി, അബീമേലെക്ക് വാള് പുറത്ത് കൊണ്ടുവന്നെങ്കിൽ എന്റെ തല തെറിക്കും. ചോപ്പി അവനെന്നറിയോ? നിമിഷത്തിനുള്ളിൽ ദൈവത്തിന്റെ ഭയങ്കര ജ്ഞാനം അവന്റെ അകത്തോട്ട് വരും. ഭയങ്കര ജ്ഞാനം. ഞാൻ അവന്റെ അകത്തോട്ട് കഴിയുമ്പം ഇവനെ ഒരു ഭ്രാന്തനായിട്ട് കുതിരവട്ടത്തുനിന്ന് കുതിരയാടി വരുന്ന പോലെ, ഊണം പാറയിൽ ഊടിയിട്ട് വരുന്ന പോലെ അവനൊരു പൊളിത്ത ഭ്രാന്തനായിട്ട് അങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങി. വെട്ടവനുള്ള വാള് കോപത്തോണ്ട് രാജാവത്തോണ്ട് ഏറിറങ്ങിച്ച് പറയാ, എന്റെ
നാട്ടില് ഈ പുഴുത്ത ഭ്രാന്തനെ ഇവിടെ കൊണ്ടുപോയി കളയിലിടാൻ ഭ്രാന്തനെ പട്ടാളക്കാര് പേടിച്ചു. ഭ്രാന്തനെ പൊക്കി കൊട്ടാരമാർക്ക് കൊള്ളുന്ന ഒരു തെരുവുകളി ഭ്രാന്തൻ ഓടി കുറെ അങ്ങോട്ട് പോയി. അവൻ നല്ല പോസിലായി, നല്ല പോസിലായി. എന്നിട്ട് അവൻ പിന്നെ എന്തെങ്കിലും നോക്കി ഒരുത്തരില്ല. അവൻ പറയാ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അത് എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. എന്റെ സകല ഭയങ്ങളും അവനെ വിടുവിച്ചു. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതനായി. അവന്റെ മുഖം രക്ഷിച്ചു പോയില്ല. ഹല്ലേലൂയ. വാനസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവേ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും whatever may be the situation, സുഖകാലത്തും ദുഃഖവേളയിലും അകലാത്ത മത്സരിക്കുന്നത് നമ്മുടെ അമാവാസികളിലും നമ്മുടെ പൗർണമാസികളിലും നമ്മുടെ വിലാപ ദിവസങ്ങളിലും നമ്മുടെ സന്തോഷ ദിനങ്ങളിലും ഒരുപോലെ അവർ സ്തുതിക്കുക. ഒരുപോലെ ഇന്ന് രാത്രി ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് പകരം കൊടുക്കാൻ ആഗ്രഹമുണ്ടോ? ദാവീദിനോട് ചേർന്ന് പറ, അവന്റെ സ്തുതി എപ്പോഴും. How can we repay? He loved you with a great love. He saved you with a great salvation. He thrilled you with great joy. We are enjoying great peace. We are strengthened with great power. We are looking forward for great hope. How can we repay? Will you love the Lord with all your heart? Will you be loyal to the Lord and faithful to His word? Will you walk before the Lord? Will you set the Lord always before you? Will you walk before the Lord? If you have decided for that, now is the time to make 4 vows. You might have vowed that vow many years ago, but today we are going to make it fresh. If you are ready, please close your eyes. For a few seconds, pin drop silent. Pin drop silent. Make that vow unto the Lord. Just speak to the Lord. Just speak to the Lord. Lord, you brought me in this foreign land. Whatever financial, material blessings you will give to me, I will set apart 10% of that financial blessing for God as my tithe. That will be holy unto the Lord. I will not misuse it. I will give to the Lord at least 10% of my income. Thank you, Jesus. With Daniel, make that decision. Lord, you brought me in this strange land. I am enjoying the blessings of this land, but I will not defile myself with the unclean things of this land. ഈ അന്യരാജ്യത്തിനെ കൊണ്ടുവന്ന് നന്മ കൊണ്ട് എന്നെ അലങ്കരിച്ച ദൈവമേ, ഞാൻ എന്നെ തന്നെ ഇവിടുത്തെ യാതൊരു അശുദ്ധി കൊണ്ട് മലിനപ്പെടുത്തുന്നു. ഞാൻ ദൈവത്തിന് വേർപെട്ടതായി, ഞാൻ ദൈവത്തിന് വിശുദ്ധനായി. But Joshua, make a vow, Lord, you have delivered me from the strong enemy. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ തന്നെ വിടുവിച്ചു. പെരുവെള്ളത്തിൽ തന്നെ കോരിയെടുത്തു. മരുഭൂപ്രയാണത്തിൽ എനിക്ക് ആവശ്യമായതെല്ലാം തന്നു. വഴിയില്ലാത്തടുത്ത് വഴിയൊരുക്കി. പ്രതീക്ഷയില്ലാത്ത ഉറവകൾ തുറന്നു. എന്നെ ജയത്തോട് നടത്തുന്ന കർത്താവേ, എന്നെ സൗഖ്യമാക്കുന്ന യഹോവേ, ഞാൻ എന്റെ കുടുംബമായി നിന്നെ ആരാധിക്കും. ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കും. ഞാനും എന്റെ കുടുംബവും നിന്നെ തന്നെ സേവിക്കും. മറ്റാരെയും
അല്ല, നിന്നെ മാത്രം ഞാൻ ചെയ്യും. ആടുകളുടെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ച കർത്താവേ, കുപ്പയിൽ നിന്ന് എന്നെ ഉയർത്തിയ ദൈവമേ, എന്നെ നിന്റെ പ്രമുഖന്മാരുടെ സ്ഥാനത്ത് ഇരുത്തിയ കർത്താവേ, among the sheep you called me and you made me a king for thy people. Lord, I will bless you always. Your praises will be always with you. എത്ര പേര് അങ്ങനെ തീരുമാനിക്കും? ദാവീദിനെ പോലെ കർത്താവിനെ സ്തുതിക്കാം, യോശുവയെ പോലെ കർത്താവിനെ സേവിക്കാം, ദാനിയേലിനെ പോലെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാം, യാക്കോബിനെ പോലെ ദൈവം നൽകുന്നതിൽ ആമേൻ 10-1 ദൈവത്തിന് വേണ്ടി വേർതിരിക്കാം. തയ്യാറുള്ളവർ മാത്രം. എല്ലാ കണ്ണോടെയാണ്, എല്ലാ തലയുമാണ്. അങ്ങനെ തയ്യാറുള്ളവരെ നിങ്ങളുടെ ഇടത് വരെ നെഞ്ചിൽ വെക്കണം. Put your left hand on your chest and speak to the Lord for a moment. Make that vow. You cannot do it by your own effort. You need special grace. അത് സ്വന്തം ശക്തി കൊണ്ട് സ്വന്തം ഇച്ഛ കൊണ്ട് സാധിക്കത്തില്ല. അതിനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വലതുകരം ദൈവസന്നിധിയിലൂടെ lift your right hand unto the Lord. I'm going to pray for you. Just lift your right hand unto the Lord. I'm going to pray. Oh, hallelujah. 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 കർത്താവേ, നിന്റെ ജനത്തെ നീ കാണുന്നു. Behold your people, O Lord. Hallelujah. Touch them right now, O God. From the crown of their head to the sole of their feet. Let the resurrection power of Jesus move in a special way this night, O Lord. കർത്താവേ, നിന്റെ ശക്തി നിന്റെ ജനത്തിനു മേൽ ഉച്ച മുതൽ ഉള്ളക്കാൽ വരെ ഒരു പ്രത്യേക നിലയിൽ ഈ രാത്രി വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി പ്രത്യേക നിലയിൽ നിന്റെ ജനത്തിനു മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ഇന്ന് രാത്രി നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന ആരെങ്കിലും ശാരീരികമായോ മാനസികമായോ ആത്മീയമായോ വ്യഥ അനുഭവിക്കുന്നുവെങ്കിൽ വിടുവിക്കുന്ന ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, പാതാള വേദനകൾ പിടിച്ച, മരണപാശങ്ങൾ ചുറ്റിയ, കഷ്ടവും സങ്കടവും അനുഭവിച്ച സങ്കീർത്തനക്കാരനെ വിടുവിച്ച ദൈവമേ, ഇന്ന് രാത്രി നിന്റെ ജനത്തിന് ആവശ്യമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി നീ കൽപ്പിക്കണം. Touch thy people, O Lord. In Jesus' name I pray. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക.